ഒരാൾ ഇന്ന് രാവിലെ എൻ്റെ കൂടെ വന്നതാട്ടോ. ഡോക്ടറെ കാണാൻ വന്നതാണ്. അവൻ്റെ കാലിൻ്റെ അതൊന്ന് ഡോക്ടറെ കാണിക്കാന്ന് ഓർക്കൊണ്ട് വിളിച്ചോണ്ട് വന്നത്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകും. ഡോക്ടറെ ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാട്ടോ. ഉച്ചക്കലത്തെ കഴിപ്പിനുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഉച്ചയ്ക്ക് കഴിപ്പ് കുറവാണ്. ചില ദിവസങ്ങളിലൊക്കെ ഉള്ളൂ, എന്നും ഒന്നും കഴിക്കത്തില്ല. ഇന്നിപ്പോ ഞാൻ രാവിലെ ഞങ്ങൾ രണ്ടുപേരും അധികം കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വിശപ്പ്, നല്ല വിശപ്പുണ്ട് കേട്ടോ. കഴിക്കട്ടെ. അപ്പൊ നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കട്ടെ. കൊള്ളാവോ മോനുകുട്ടാ? നല്ല മഴയാണ് പ്രിയങ്ങളെ. ഞങ്ങള് ചോറൊക്കെ ഉണ്ടു, ഐസ്ക്രീമും കഴിച്ചു മഴയത്ത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇനി കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, അത് ചെയ്ത് തീർക്കട്ടെ. മോനുകുട്ടനെ ഡോക്ടറെ കാണിക്കാൻ അങ്ങോട്ട് ഇറങ്ങണം. കൊടയില്ല, എന്തോ അയ്യോ. ഡോക്ടറെ കാണാൻ വന്നതാ, വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. മഴയാണ്, ഇരുട്ടാണ്, എപ്പോൾ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നോക്കാം. അതുകൊണ്ട് മുകളിലോട്ട് നോക്ക്, സ്കൂൾ അതാ മുകളില. അത് കൊച്ചു പണ്ടത്തെ സ്കൂൾ. അതുകൊണ്ട് മോൻ എന്തോത്തിനാ? ഒരാള് മരുന്ന് മേടിക്കാൻ വന്നേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒന്ന് അതുകൊണ്ട് അതിനകത്ത് കിടക്കുന്നു, അതെടുത്തു. എടുത്തോ. ഹോർലിക്സിന് എത്ര? ജ്യൂസാണോ അത്? അത് കൊടു. എടുത്തോ. പിന്നെ ഏതാ വേണമെന്ന് വെച്ചാ നോക്ക്. പ്രിയങ്ങളെ, ഇവിടെ പേരും മജയാ. നമ്മള് ജാനിയുടെ വീട്ടിലൂടെ ഇറങ്ങുക. ഞാൻ പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇറങ്ങി. ഇവിടെ തന്നെ കേട്ടോ, വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം വെട്ടമില്ല, ഇരുട്ടാ അവിടെ. അമ്മ വിട്ട് കയറി കണ്ട വെള്ളം ഒഴിക്കും. ഞാൻ വെള്ളത്തിൽ കൂടെ അതേ വഴിയല്ലേ. എന്താ ചെയ്യാൻ? എന്നാ ശരി. അംഗൻവാടി പോയോ? ഹോർലിക്സ് മാമി പിടിച്ചു. മാമിയുടെ പൊന്ന മാമിയുടെ പൊന്നുമോൻ. എന്തേ മാമിയുടെ പൊന്നുമോൻ? മാമിയുടെ പൊന്നുമോനെ കാണിക്കും. ഗമ എടുക്കാതെ മാമിയുടെ പൊന്നുമോൻ എന്തേ?
ക്രീം മാത്രം കഴിക്കൂ അല്ലേ? കുഞ്ഞോ കൊള്ളാവോ? ആ ആ മാമിക്ക് വേണ്ടാക്കണം. പിടിച്ചോടി വാങ്ങിക്കടി. അയ്യോ പൊടിഞ്ഞു പോയി. എടുക്ക. മോനുവേ വാ. കഴിഞ്ഞ വർഷം എങ്ങനെയാ കുഞ്ഞു? ആ കൊള്ളാം. ഞാൻ അമ്മമ്മ ആയിരിക്കും വിളിക്കുന്നത്. ജാനിമോളെ ജാനിമോളെ. ഈ എന്ത് രസമുണ്ട് എന്റെ ജാനിക്കുട്ടിയുടെ മുഖം കാണാൻ. പിണങ്ങിയിരിക്കുമ്പോ എന്റെ ജാനിക്കുട്ടിയെ കാണാൻ എന്തൊരു സുന്ദരിയാ. ആ ഉപയോഗിക്കും കൊച്ച്. നല്ല പാട്ടാ. എവിടെയും പോയ അവിടുത്തെ വിളിച്ച വരുത്തില്ല. എന്തോ വഴക്ക. ആ പീ മാമി പീ. ആരാ ആ ചെടി കൊണ്ടുപോയോ? അമ്മ ആ ചെമ്പരത്തി കമ്പ് നട്ടോ? ഞാൻ മറന്നു. നാളെ 9 മണിയായി. 9 മണിയാവുന്നു. ഇപ്പോഴാണ് വന്ന് കയറിയത്. ആ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര മഴ. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്ന് ഒരു കോട്ടയം ഉള്ളായിരുന്നു. ഞാനും മോനിക്കുട്ടിനോട് വന്ന് ഭയങ്കര മഴക്കാരനും ഞാനിട്ട് എടുക്ക കയറണമെന്ന് പറഞ്ഞോണ്ട് എന്നാൽ അവിടെ കയറിയ ചെളുപ്പൊന്ന് പോരാന്ന് വിചാരിച്ച് കയറിയതാണ്. എല്ലാം സ്ഥിരം ഉള്ള പണിയാണെന്നല്ല. അവിടെ ചെന്ന് കയറിയ പിന്നെ ഇറങ്ങുന്ന കാര്യം ഭയങ്കര പാടാണ്. അവിടെ ചെന്നിരുന്ന് കാര്യം പറഞ്ഞിരുന്നിരുന്ന് ഈ സമയമായി ഇറങ്ങിയപ്പോൾ പിന്നെ ഒന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം. മോനിക്കുട്ടനെ ഡോക്ടറെ കാണിച്ചു. അലർജി കൊണ്ട് സ്കിന്നിനുണ്ടാകുന്ന ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടോ. കാല് വെടിച്ച് കീറുകയല്ല കേട്ടോ. ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞായിരുന്നു വാസ്ലൈൻ പരട്ടുന്നതും ആ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. കാല് വെടിച്ച് കീറുമല്ല, കാലിന്റെ വെള്ളക്കത്തെ ആ സ്കിൻ ഇങ്ങനെ ഇങ്ങനെ നമ്മള് ബ്ലേഡും പിച്ചാത്തിയൊക്കെ കൊണ്ട് മുറിയത്തില്ലേ, അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വിട്ട് വിട്ട് പോകുന്ന ഒത്തിരി ഡ്രൈ ആയിട്ട് സ്കിൻ ഇങ്ങനെ. എന്നാലൊന്ന് വന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ മോയ്സ്ചറൈസിങ് പോലെ ഒരു ക്രീം വന്നുകൊണ്ടൊന്ന് പുരട്ടി മാറിയായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും വന്നിട്ട് കാലിന്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ഒരു വട്ടം പോലെ ഇങ്ങനെ ഒരു ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചോണ്ടിരിക്കേണ്ട, കാണിക്കാന്ന് ഓർത്തോണ്ട് കൊണ്ടുപോയി കാണിച്ചതാണ്. കുറെ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. ഗുളിക ഒരെണ്ണേ ഉള്ളൂ, അത് അലർജിയുടെ ഗുളിക കേട്ടോ. ഓയിൻമെന്റ് ഒക്കെ രണ്ടിത് അഴിച്ചു അവിടെ ഇരുന്നിട്ട് മൊത്തം അഴിച്ചു നോക്കിയത്. ഇതിനകത്ത് ഇതെല്ലാം പുരട്ടാനുള്ള ഓയിൻമെന്റ് ആണ് ഇത്. ഫംഗസ് ഉണ്ട്, അതിനുള്ള ഓയിൻമെന്റ്. പിന്നെ ഗുളികയുണ്ട്, ഗുളിക ഇതിനകത്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞില്ല. ഇത് 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് കുറയുന്നില്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചീട്ട്
പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി 2 പാക്കറ്റ് പാല് മേടിച്ചു. സ്ക്രബ്ബർ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു. ഇത് ബുക്കും എനിക്ക് തന്നെ. സൺസ്ക്രീൻ ലോഷൻ അവിടെ ഇരുന്നത് അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഒന്ന് കുളിച്ചേ വെച്ച് വരാൻ. പ്രിയങ്ങളെ ഫോണിനൊന്നും ചാർജ് ഇല്ല, ചാർജെല്ലാം തീർന്നു. ഇവിടെ ഒരു കല്യാണം ഉണ്ട് നാളെ. കല്യാണത്തിന് പോക്ക് നടക്കത്തില്ല. എനിക്ക് ഒന്നാമത് ആ ബസ്സിന് പോകാനുള്ള യാത്രയുടെ ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് പിന്നെ ഒട്ടും വയ്യ. അപ്പൊ ഞങ്ങൾ 3 പേരുടെ രാവിലെ അവിടെ വീട്ടിൽ വരെ ഒന്ന് പോയായിരുന്നേ. അപ്പൊ അവിടുന്ന് മോനിക്കുട്ടിന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. അതൊക്കെ ബാഗിനകത്ത് ഇട്ടുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നത്. അപ്പോ എന്നാ പിന്നെ കുളിച്ചേ വെച്ച് വരാം. നനഞ്ഞു നിൽക്കുക, ഇവിടെ എല്ലാം നനഞ്ഞു. ഒരു കോട്ടുണ്ട്, അത് ഞാൻ മാത്രം എടുത്തിട്ട കുഞ്ഞ് നനയുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ 2 പേരും ഇട്ട്. അവരിട്ട് കോട്ടിടാനും സമ്മതിക്കത്തില്ല. അപ്പൊ പിന്നെ ഞാനും ഇട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പോയത്. ഒത്തിരി നനഞ്ഞില്ല, എന്നാലും അത്യാവശ്യം നനഞ്ഞു. ഇന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന 2-3 പേരെ കണ്ടു കേട്ടോ. എല്ലാവരും വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി. വിശദമായിട്ട് പരിചയപ്പെട്ടില്ലെങ്കിൽ പോലും വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കേട്ടോ. അത് കൂടുതലും അമ്മ മോള് അങ്ങനെയായിരുന്നു കേട്ടോ. ഇന്ന് എനിക്ക് അതിശയം തോന്നി അങ്ങനെ കണ്ടപ്പോഴേ. 3-4 പേരെ അങ്ങനെ ഞാൻ കണ്ടു. അപ്പൊ എല്ലാവരോടും സ്നേഹം. നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ചോറ് ചൂടാക്കാൻ അങ്ങോട്ട് വെച്ചിട്ടാണ് കുളിക്കാൻ കയറിയത് കേട്ടോ. ഇന്ന് വലിയ വിശപ്പൊന്നുമില്ല, കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചത് കൊണ്ട്. എന്തുവാ തിരുവത്തിച്ചില്ലേ? കാല പരട്ടിയ മരുന്ന്. ആ ജഗ്ഗും വെള്ളവും എടുത്ത് എപ്പോഴും അവിടെ കൊണ്ടുവെക്കും. കഴിഞ്ഞ ദിവസം തട്ടിക്കമത്തി അവിടെ. ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇത് ബോട്ടിലെടുത്തിട്ട് ഇതിനകത്ത് വെള്ളം ഒഴിച്ച് അവിടെ കൊണ്ടുവച്ചാൽ മതി, ജഗ്ഗും വെള്ളം എടുക്കണ്ടെന്ന് പറഞ്ഞു. തന്നെ അവിടെ ക്ലീൻ ചെയ്ത് എന്നാരും സ്കിന്നിന്റെ ഡോക്ടറെ കാണാനും ഭയങ്കര തിരക്കാണ്. ഞാൻ രാവിലെ അതുവഴി പോയപ്പോ ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അന്നേരം അങ്ങനെയല്ല, നമ്മൾ നേരത്തെ കോൾ ചെയ്ത് പേര് ഇങ്ങനെ ബുക്ക് ചെയ്തിടണം. അപ്പൊ പിന്നെ കടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 5:30 കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുവരെ അപ്പോയിന്റ്മെന്റ് എടുത്തവര് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നേ. പിന്നെ 2-3 പേരെ വിളിച്ചപ്പം ഇല്ലായിരുന്നു. അപ്പൊ നമ്മളെ വിളിച്ച് അങ്ങനെയാ കയറിയത്. ആ സമയത്ത് നമ്മളെ വിളിച്ചപ്പോഴത്തേക്ക് സമയം എനിക്ക് തോന്നുന്നു 6 മണി ഒക്കെ കഴിഞ്ഞു. പിന്നെ കുറെ നേരം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം നോക്കി മരുന്നെല്ലാം കുറിച്ച് പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പോയി അതും വാങ്ങിച്ച് പിന്നെ നമ്മൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മഴയത്ത് വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനം മേടിച്ച് എന്തായാലും സമയം ഒന്ന് വൈകിപ്പോയി. കുക്കു കപ്പ വേവിച്ചത് മീൻകറിയൊക്കെ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് അതിന്റെ പങ്ക് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കൂട്ടി ഇന്ന് അങ്ങോട്ട് കഴിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചില്ല കേട്ടോ. ഇന്ന് കഴിക്കാൻ സമയമില്ലല്ലോ. ഉച്ചയ്ക്ക് നല്ല ലാവിഷായിട്ട് കഴിച്ചില്ല. അപ്പൊ ഞാൻ അവിടെ ഇന്ന് പറഞ്ഞില്ല ഇന്ന് താഴെ പട്ടിണിയാണ്. പട്ടിണിയൊന്നുമില്ല, ഉള്ളതൊക്കെ കൂട്ടി നമുക്ക് അങ്ങോട്ട് കഴിക്കാം കേട്ടോ. അമ്മയ്ക്ക് കൊടുത്തതിന്റെ പങ്ക് കേട്ടോ. സാലഡ് വേറെ പാത്രത്തിൽ വേണോ? കഴിക്കാം. ഇമ്മിണി ചോറ് മതി, കപ്പയുള്ളത് കഴിക്കണമല്ലോ. കുക്കുമണിയുടെ സ്പെഷ്യൽ കപ്പ, ഇമ്മിണി മത്തിക്കറി. ഇത് ഇന്നലെ മോനിക്കൊണ്ട് ഉണ്ടാക്കിയ സാലഡ് കേട്ടോ. ഇന്ന് ഇതിന് വിലയുണ്ട്. ഇന്നലെ കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിക്കട്ടെ. എൻ്റെ ചക്കര മുത്തുമണികളെല്ലാം സന്തോഷമായിട്ടിരിക്കട്ടെ, പ്രാർത്ഥനയിൽ ഓർക്കുന്നു.
നാളെ കാണാം കേട്ടോ. മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പള്ളിയിലോട്ട് പോകും കേട്ടോ. മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാവും, എന്നാലും നോക്കാം. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ പ്രിയങ്ങളോടെല്ലാം സ്നേഹം. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.